നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് മലയാളികൾക്ക് ഇന്ന് പൊന്നോണം. തിരുവോണ ദിനത്തിൽ ആഘോഷത്തിന്റെ നിറവിൽ നാടും നഗരവും. ആവേശം തീർത്ത് ആഘോഷ പരിപാടികൾ. കാലാതീതമായ ദർശനങ്ങളിലൂടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷിക ദിനമാണെന്ന സവിശേഷതയോടെയാണ് ഇക്കുറി നബിദിന ആഘോഷം. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണ നാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പി പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് മലയാളികൾക്ക് ഇന്ന് പൊന്നോണം. തിരുവോണ ദിനത്തിൽ ആഘോഷത്തിന്റെ നിറവിൽ നാടും നഗരവും. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ്. പക്ഷേ കാർമേഘങ്ങൾ നിറഞ്ഞ തണുത്ത പുലരിയിലേക്കാണ് ഇത്തവണ തിരുവോണ ദിനത്തിൽ മലയാളികൾ കണ്ണു തുറന്നത്. മഴയാണെങ്കിൽ എന്ത്, ഓണമല്ലേ? ആഘോഷത്തിന്റെ പൊലിവ് ഒട്ടും കുറയില്ല. അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ പാരമ്യത്തിലേക്ക് എത്തുകയാണെന്ന്. കാലമെത്ര മാറിയാലും ഓണാഘോഷത്തിന്റെ ശീലങ്ങൾ മാറ്റാനൊക്കുമോ? കള്ളവും ചതിയുമില്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളികളുടെ ഗൃഹാതുരിത യാത്ര കൂടിയാണ് ഓണം. ഓണക്കോടിയെടുത്ത് പൂക്കളമൊരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ്. രുചിഭേദങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂഷനിരയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ്. വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുമുണ്ട്. അറ്റുപോകാതെ തലമുറകൾ കൈമാറി വരുന്ന ഓണക്കളികളും ആഘോഷത്തിന് നിറം പകരുന്നു. ഓണം കേവലം ഓർമ്മകളുടെ ആഘോഷം മാത്രമല്ല, സ്നേഹവും കരുണയും സാഹോദര്യവും എല്ലാ ദിവസവും കാത്തു സൂക്ഷിക്കണമെന്ന തിരിച്ചറിവ് കൂടിയാണ്. നല്ല ഭൂമിയും നല്ല വായുവും മതിൽക്കെട്ടുകളില്ലാത്ത മനസ്സുകളും ഉള്ളവനോടുള്ള കരുതലും പങ്കുവയ്ക്കലും ഉൾപ്പെടെ മലയാളികളുടെ എക്കാലത്തേക്കുമുള്ള മടങ്ങിവരവും തീർത്ഥാടനവുമാണ് തിരുവോണം. സങ്കടങ്ങളും ദുരിതങ്ങളുമില്ലാത്ത സാഹോദര്യത്തിന്റെ 1000 തിരുവോണങ്ങൾ പുലരട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ CCTV പ്രേക്ഷകർക്കും ഓണാശംസകൾ. തിരുവോണ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി 10,000 എത്തി. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഓണപ്പുടവ സമർപ്പണവും വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും ഉണ്ടായി. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പിച്ചു. തിരുവോണ ദിനത്തിൽ 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദകൂട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 9-ന് പ്രസാദകൂട്ട് ആരംഭിച്ചു. വലിയ നീണ്ട ക്യൂ ആണ് പ്രസാദകൂട്ടിനുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ ബൊഫെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കാളൻ, ഓലൻ, എരിശ്ശേരി, പഴംപ്രഥമൻ, മോര്, കായവറവ്, പപ്പടം, അച്ചാർ ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഉണ്ടായിരുന്നത്. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമായിരുന്നു പ്രസാദകൂട്ട്. അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിന് വടക്കുഭാഗത്ത് ഒരുക്കിയിരുന്നു. രാവിലെ കാഴ്ചശീവേലിക്ക് ഗജവീരൻ ഇന്ദ്രസൻ, ജൂനിയർ വിഷ്ണു, അനന്തനാരായണൻ എന്നീ ദേവസ്വം കൊമ്പന്മാർ കോലമേറ്റി. ചൊവ്വല്ലൂർ മോഹനവാര്യരും സംഘവും മേളമൊരുക്കി. ഉച്ചതിരിഞ്ഞുള്ള ശീവേലിക്ക് രാജശേഖരൻ, ഇന്ദ്രസൻ, ശങ്കരനാരായണൻ, രാത്രി ശീവേലിക്ക് ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാർ കോലമേറ്റി. ഉച്ചതിരിഞ്ഞ് ശീവേലിക്ക് ഗുരുവായൂർ ശശിമാരാരും സംഘവും മേളം ഒരുക്കി. കാലാതീതമായ ദർശനങ്ങളിലൂടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിക്കുകയാണ്. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷിക ദിനമാണെന്ന സവിശേഷത കൂടിയുണ്ട് ഇക്കുറി. പ്രവാചക പ്രേമത്തിന്റെ ഇശലുകൾ നാടാകെ പരന്നൊഴുകുന്ന പുണ്യദിനം. ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. റബിയുൽ അവൽ 1 മുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത്.
പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചാണ് മീലാദ് ആഘോഷം. സമസ്ത EK വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള സുന്നി മഹല്ല് ഫെഡറേഷൻ 3 മാസം നീളുന്ന മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തിരുവസന്തം 1500 എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനുണ്ട്. 13-ന് രാജ്യാന്തര മീലാദ് സമ്മേളനവും കോഴിക്കോട് നടത്തും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നബിദിനാഘോഷങ്ങൾ താലൂക്ക് തലങ്ങളിലാണ് നടക്കുന്നത്. റബിയുൽ അവൽ മാസം അവസാനിക്കുന്നതുവരെ കേരളത്തിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ മീലാദ് പരിപാടികൾ തുടരും. പൊന്നോണവും മീലാദും ഒന്നിച്ചെത്തിയ ദിനത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി ക്ഷേത്ര ഭരണസമിതി ഒറ്റപ്പിലാവിൽ നടന്ന നബിദിന റാലിയെ പാലട പ്രഥമനടക്കം വിളമ്പിയാണ് പുതിയഞ്ചേരിക്കാവ് ക്ഷേത്ര കമ്മിറ്റി സ്വീകരിച്ചത്. ഒറ്റപ്പിലാവ് മഹല്ലും നൂറുൽ സലാം മദ്രസ വിദ്യാർത്ഥികളും ചേർന്നു നടത്തിയ നബിദിന സന്ദേശ റാലിക്ക് പുതിയഞ്ചേരിക്കാവ് ക്ഷേത്ര കവാടത്തിലാണ് ക്ഷേത്ര ഭരണസമിതിയും ദേശവിളക്ക് കമ്മിറ്റിയും ചേർന്ന് ഊഷ്മളമായ സ്വീകരണം നൽകിയത്. തക്ബീർ വിളികളും കോൽക്കളിയും ദഫ്മുട്ടുമായി അണിനിരുന്ന നബിദിന സന്ദേശ റാലിയെ പാലട പ്രഥമനും മിഠായികളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചത് മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യ സ്നേഹത്തിൻ്റെയും മാതൃകയായി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി KV ചന്ദ്രദാസൻ, ട്രഷറർ ഐനിക്കൽ വിശ്വനാഥൻ, ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ അജീഷ്, ചന്ദ്രദാസൻ, വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണത്തിന് മഹല്ല് പ്രസിഡന്റ് നാലകത്ത് NA ഉസ്മാൻ, സെക്രട്ടറി VA ജബ്ബാർ, കമ്മിറ്റി അംഗങ്ങളായ PM മുഹമ്മദ് അലി, BA നസീർ, VA ഹുസൈൻ, C ഷെരീഫ്, KH ലത്തീഫ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി. പൊതിയഞ്ചേരിക്കാവ് ദേശവിളക്കിന്റെ താലം വരവിന് ഒറ്റപ്പിലാവ് പള്ളിക്ക് മുൻപിൽ ശീതളപാനീയങ്ങളും ലഘുഭക്ഷണവും നൽകി ഊഷ്മളമായ സ്വീകരണമാണ് വർഷങ്ങളായി മഹല്ല് ഭാരവാഹികൾ നൽകി വരുന്നത്. തിരുവോണ ദിനത്തിൽ കുന്നംകുളം നഗരസഭയ്ക്ക് മുൻപിൽ സാമൂഹ്യ പ്രവർത്തകന്റെ ഏകാംഗ നിരാഹാര സത്യാഗ്രഹ സമരം. ലഹരിമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നതിലും കുന്നംകുളം നഗരസഭയിലെ 17, 18, 19, 24 എന്നീ വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു നിരാഹാര സമരം. ജില്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ മെമ്പർ വിൻസെന്റ് പണ്ടാരവളപ്പിൽ നിരാഹാരമിരിക്കുന്ന സുഭാഷിനെ മാല ചാർത്തിക്കൊണ്ട് സമരം ഉദ്ഘാടനം ചെയ്തു. CMP കുന്നംകുളം ഏരിയ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അയ്യപ്പ സേവാ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷാജി, കിസാൻ സംഘം ഭാരവാഹിയും SNDP കാണിപ്പേർ വെസ്റ്റ് ഭാരവാഹിയുമായ തോപ്പിൽ ഷാ, ഗുരുവായൂർ നഗരസഭാ മുൻ കൗൺസിലർ മേഴ്സി ജോയ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണ നാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പിയായിരുന്നു പ്രതിഷേധിച്ചത്. കുറ്റാരോപിതരായ പോലീസുകാരുടെ മുഖംമൂടി ധരിച്ച് പോലീസ് യൂണിഫോമിലെത്തിയ പ്രവർത്തകരെ മറ്റു പ്രവർത്തകർ ചാട്ടവാറുകൊണ്ട് അടിച്ചു. തുടർന്ന് DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മകമായി പ്രതികളായ പോലീസുകാർക്ക് ഇലയിൽ കൊലച്ചോറ് വിളമ്പി കുടിക്കാൻ രക്തം ഒഴിച്ചു നൽകി. സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, വെള്ള ഷർട്ടും വെള്ളമുണ്ട് വിരുത്ത് ഇപ്പുറത്ത് പിണറായി വിജയനെ ഇരുത്തുവാനും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ചെയ്യാത്തത് ഈ പറയുന്ന മാന്യതയുടെ പേരിലാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ മറുപടി പറയണം. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയതും ഇൻക്രിമെന്റ് കട്ട് ചെയ്തതുമല്ലാതെ കാര്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ബിനു ചുള്ളിയിൽ ആരോപിച്ചു. ചോദിക്കട്ടെ, SHO മുതൽ ഉന്നതരായ ഉദ്യോഗസ്ഥർ വരെ ഈ വീഡിയോ കണ്ടിട്ടില്ലേ? വിവരാവകാശം പ്രകാരം സുജിത്തും അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും ഈ വീഡിയോ ചോദിച്ചിട്ട് പോലും ആ വീഡിയോ നൽകാതെ പിടിച്ചു നിൽക്കുവാൻ അല്ലെങ്കിൽ വീഡിയോ തരാതിരിക്കുവാൻ ഈ തൃശ്ശൂരിലെ പോലീസും കേരളത്തിലെ പോലീസും വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തി. വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിനു ചുള്ളിയിൽ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി കുന്നംകുളം പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കേച്ചേരി സെൻട്രൽ നടത്തിയ പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സൂചന സമരമാണെന്നും അക്രമകാരികളായ സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സന്ദീപ്, ശശിധരൻ, സജീവ് എന്നിവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും വരെ സമരം തുടരുമെന്ന് ശ്രീകുമാർ പറഞ്ഞു.
നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി PK രാജൻ, പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഖിൽ കേച്ചേരി, ചൂണ്ടൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് MM മോഹസിൻ, മണ്ഡലം പ്രസിഡന്റുമാരായ രജീഷ് പാവർട്ടി, ഫാസിൽ K അബ്ദുൽ ജലീൽ, ഷെൽബിൻ മറ്റം, നിയോജകമണ്ഡലം സെക്രട്ടറി ജീൽസ് പാവർട്ടി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ RM ബഷീർ, പ്രസാദ് വാഗ, കോൺഗ്രസ് നേതാക്കളായ ബെർട്ടിൻ ചെറുവത്തൂർ, റാഷിദ് എളവള്ളി, ധനേഷ് ചുള്ളിക്കാട്ടിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാളിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വിശുദ്ധ മൂന്നിമല കുർബാനയ്ക്ക് മദ്രാസ് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ടായി. ഫാദർ ജോൺ ഐസക് സന്നിഹിതനായിരുന്നു. കുർബാനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ധ്യാനയോഗത്തിലും ഒട്ടേറെ വിശ്വാസികൾ പങ്കെടുത്തു. ഇടവകയുടെ സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഫ്രണ്ട്സ് ഇൻ ഫെയ്ത്തിന്റെ ലോഗോ പ്രകാശനം തിരുമേനി നിർവഹിച്ചു. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി CI റജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. പഠിച്ച വിദ്യാലയത്തിൽ തന്നെ അധ്യാപകരായി സേവനം അനുഷ്ഠിച്ചതിന്റെ ആത്മസായുജ്യത്തിൽ അധ്യാപക ദമ്പതികൾ പഴഞ്ഞി മൂലേപ്പാട്ട് സ്വദേശികളായ ജോബുട്ടി മേരി രാജി ദമ്പതികൾ തലമുറകളുടെ ജീവിതത്തിൽ അക്ഷര വെളിച്ചം പകർന്ന ശ്രേഷ്ഠരായ ഗുരുനാഥരാണ്. റിപ്പോർട്ടിലേക്ക്. പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും പിന്നീട് ഇതേ വിദ്യാലയത്തിൽ അധ്യാപകരുമായതിന്റെ അപൂർവതയുണ്ട് ഈ ദമ്പതികൾക്ക്. വിദ്യാർത്ഥികളായി ഒരേ സ്കൂളിൽ പഠിച്ച ഇവർ പിന്നീട് ജീവിത പങ്കാളികളായി മാറി. പഴഞ്ഞി, കാഞ്ഞിരമുക്ക്, കൊള്ളന്നൂർ, മൂലേപ്പാട്ട്, ചേറപ്പൻ, തേത്തു ദമ്പതിമാർക്ക് കൃഷിയിൽ അധ്വാന ജീവിതം നയിക്കുമ്പോഴും മക്കളെ പഠിപ്പിച്ച് മുന്നോട്ട് നയിക്കണമെന്നതായിരുന്നു സ്വപ്നം. മൂത്ത സഹോദരി മോളുകുട്ടി അധ്യാപികയായിരുന്നു. ഇവരുടെ പാത പിൻപറ്റിയാണ് ജോബുട്ടി പിന്നീട് അധ്യാപകനായത്. കാഞ്ഞിരമുക്ക് LP സ്കൂൾ, പെങ്ങാമുക്ക് ഹൈസ്കൂൾ, ശ്രീകൃഷ്ണ കോളേജ്, ഫറൂഖ് B.Ed കോളേജുകളിലെ പഠനശേഷം 1976 പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ബയോളജി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 31 വർഷത്തെ സേവനത്തിനുശേഷം മാഷ് 2007 വിരമിച്ചു. പെങ്ങാമുക്ക് പുലിക്കോട്ടിൽ ചാക്കോരു എളച്ചാർ ദമ്പതിമാരുടെ 3 പെൺമക്കളിൽ മൂത്ത മകളായ മേരി രാജി അധ്യാപികയായ മാതാവിന്റെ ജീവിതം ഹൃദയത്തിൽ പ്രകാശമായി പകർത്തിയാണ് ആ പാത പിന്തുടർന്ന് സ്കൂളിലെ ഗണിതാധ്യാപികയായത്. 1981 താൻ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ഗണിതാധ്യാപികയായി സേവനം തുടങ്ങിയത്. 34 വർഷത്തെ സേവനത്തിനിടെ 2 തവണ പ്രധാനാധ്യാപിക തസ്തിക നിരസിച്ച് മറ്റധ്യാപകർക്ക് അവസരം നൽകിയ ഈ അധ്യാപിക 2015 വിരമിച്ചു. ക്ലാസ് മുറികളിൽ ഗണിതാധ്യാപികയുടെ അക്കങ്ങളും ജീവശാസ്ത്രം അധ്യാപകന്റെ ജീവന്റെ പാഠങ്ങളും പുസ്തകങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ ജീവിതങ്ങളിലേക്ക് അനന്തമായി ഒഴുകിയ സ്നേഹത്തിന്റെ പാഠങ്ങളായിരുന്നു. പഠിച്ച വിദ്യാലയത്തിലെ അധ്യാപനം ശ്രേഷ്ഠമായ അനുഭവമായിരുന്നുവെന്ന് മേരി രാജി ടീച്ചർ പറഞ്ഞു. അവര് വരികയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളായിട്ടും ഫോറിനായിട്ടുള്ള സാധനങ്ങളായിട്ടും ഇതിലെല്ലാം ഇവിടെ ഇഷ്ടംപോലെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്കുള്ള സാധനങ്ങളും ഇഷ്ടംപോലെ വരും. വിദ്യാർത്ഥികൾ വരാത്തൊരു മാസം ഉണ്ടാവില്ല. ആരെങ്കിലും എവിടെന്നെങ്കിലും അന്വേഷിച്ച് പിടിച്ചെത്തിണ്ടാവും. ഒരുപാട് ശിക്ഷകരുണ്ട്. അതുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഉള്ള സന്തോഷം. അതാ മക്കളേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളെ ഞങ്ങൾ തന്നെ പോഷിപ്പിച്ച് കൊണ്ടാക്കണം എല്ലാ കാര്യത്തിനും. ഇനിയിപ്പോൾ പിള്ളേരില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കണതും ഒക്കെ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി, എല്ലാം എത്തിച്ചേരുള്ളൂ. ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണ്ട. വലിയ സന്തോഷമല്ല. അവരെ പറയാനാണ് 100 നാവ് എന്ന് പറയില്ലേ. വിശ്രമജീവിതം നയിക്കുമ്പോഴും പലവിധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് ഇവർ. പഴഞ്ഞി സെന്റ് മേരീസ് നഗറിലെ വീട്ടിലുള്ള പൂന്തോട്ട പരിപാലനമാണ് ഇപ്പോഴത്തെ ഹോബി. തിരുവോണവും നബിദിനവും അധ്യാപക ദിനവും ഒരുമിച്ചെത്തിയ നാളിൽ പഴയ അധ്യാപന ജീവിതത്തിന്റെ അനർഘ നിമിഷങ്ങളുടെ നിർവൃതിയിൽ കഴിയുകയാണ് ഈ ഗുരുനാഥർ. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണം പഴമയും പുതുമയും ചേർത്ത് ആഘോഷിക്കുന്ന തിരക്കിലാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. വിവിധ കൂട്ടായ്മകളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളത്തെ പൂൾ 1 സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ തൊഴിലാളികൾ ഓണാഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ നിരവധി പേർക്ക് ധനസഹായം വിതരണം ചെയ്തു. 1-ാം പൂൾ തൊഴിലാളി കക്കാട് ക്ഷേത്രത്തിലേക്കുള്ള ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ കേരള വസ്ത്രാലയത്തിന് സമീപത്ത് സംഘടിപ്പിച്ച പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപ് ചികിത്സാ ധനസഹായ വിതരണം നടത്തി.
സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ കൺവീനർ കെ.എ. സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കക്കാട് ഗണപതി ക്ഷേത്രം പ്രസിഡന്റ് സുബിദാസ്, INTUC പ്രസിഡന്റ് രാധാകൃഷ്ണൻ, CATU സെക്രട്ടറി ജയപ്രകാശ്, സുനിൽ, രാഹുൽ എന്നിവർ സംസാരിച്ചു. കോട്ടോൽ ടീം മിലിറ്ററി കുന്നിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉത്രാട ദിവസം നടത്തിയ പൂക്കള മത്സരത്തിൽ നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു. ദിലീപ്, രാജേഷ് എന്നിവരുടെ കുടുംബങ്ങൾ യഥാക്രമം 1-2 സ്ഥാനങ്ങളിലെത്തി. മനു, അജി എന്നിവരുടെ കുടുംബങ്ങൾ 3-ാം സ്ഥാനം പങ്കിട്ടു. വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്തയുടെ ഉദ്ഘാടനം മെയിൻ റോഡ് സെന്ററിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷാജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ റംല വീരൻകുട്ടി, സരിത വിജയൻ, ഷഹന മുജീബ്, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, കൃഷി അസിസ്റ്റന്റ് ലിംലി, കണ്ണൻ ആലിക്കര, അമ്മിണി പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് അഞ്ഞൂരിലെ ദിവ്യദർശൻ അന്തേവാസികൾക്കൊപ്പം ഓണാഘോഷം നടത്തി. വിവിധ ചലഞ്ചുകളിലൂടെ NSS സമാഹരിച്ച തുക ദിവ്യദർശൻ ഡയറക്ടർ ഫാദർ ജോസഫ് താഴത്തേതിന് കൈമാറി. NSS പ്രോഗ്രാം ഓഫീസർ അനി ടീച്ചർ നേതൃത്വം വഹിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. കുട്ടികൾ നിർമ്മിച്ച ഡിഷ് വാഷ്, വാഷിംഗ് ഡിറ്റർജന്റ് എന്നിവയും ദിവ്യദർശന് സമ്മാനിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചാണ് മടങ്ങിയത്. NSS വളണ്ടിയർ ലീഡർമാരായ അമൃത മുരളീധരൻ, CV ആരോൺ, വളണ്ടിയർമാരായ അബിൻ കൃഷ്ണൻ, KP പ്രിനി എന്നിവർ നേതൃത്വം നൽകി. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയിൽ സംഘടിപ്പിച്ച പൊന്നോണം 2025 ആഘോഷ പരിപാടികൾ നാട്ടിലെ മുതിർന്ന അംഗങ്ങൾ നിലവിളക്കു കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വായനശാല രക്ഷാധികാരിയുമായ ഡോക്ടർ VC ബിനോജ് അധ്യക്ഷത വഹിച്ചു. ഭാർഗവിയമ്മ, തങ്ക, കോത, ശങ്കരൻ, മാധവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് ഉപഹാരം നൽകി. വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ, പ്രസിഡന്റ് സോമൻ കളരിക്കൽ, K ബാലകൃഷ്ണൻ, KA ശ്രീധരൻ, KK ജിതിൻ, PV വിശാഖ്, സനീഷ് എന്നിവർ നേതൃത്വം നൽകി. തിരുവാതിരക്കളി, ഓണപ്പാട്ട്, ഉറിയടി, നൂറാം കുഴി തുടങ്ങി വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. ചിറമനേങ്ങാട് സുവിധം ഫൗണ്ടേഷനിലെ എല്ലാ അംഗങ്ങൾക്കും പെൻഷൻ വിതരണവും ഓണപ്പുടവയും ഓണസദ്യയും നൽകി. സുവിധം പ്രസിഡന്റ് മുരളി പാതിരക്കാട്, വൈസ് പ്രസിഡന്റ് KK ഷാജൻ, സെക്രട്ടറി മുൻ പോസ്റ്റ് മാസ്റ്റർ ഗോപി, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കോഴിപ്പറമ്പിൽ, ഖജാൻജി ഷാജി വലിയറ, വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ ഏകദിന സുവിശേഷ യോഗം സെപ്റ്റംബർ 7 ഞായറാഴ്ച കുന്നംകുളത്ത് നടക്കും. വൈകിട്ട് 4 മുതൽ 6 മണി വരെ വടക്കാഞ്ചേരി റോഡിലെ മുക്കണ്ടത്ത് ബിൽഡിംഗിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിലാണ് യോഗം. ബിജു കുര്യാക്കോസ്, ബിജി എബ്രഹാം എന്നിവർ സന്ദേശം നൽകും. എല്ലാം 1-ാം ഞായറാഴ്ചയും ഇതേ സ്ഥലത്ത് വെച്ച് ഏകദിന സുവിശേഷ യോഗം ഉണ്ടായിരിക്കുമെന്നും വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കോർഡിനേറ്റർ CB സിബിൻ അറിയിച്ചു. പാറമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള പുതിയ കപ്പേളയുടെ ആശീർവാദം നടന്നു. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ആശീർവാദം നിർവഹിച്ചു. തുടർന്ന് ആഘോഷപൂർവ്വമായ കുർബാനയും നൊവേനയും ഉണ്ടായി. വികാരി ഫാദർ പോൾ അറക്കൽ, കൈക്കാരന്മാരായ പോൾ മണ്ടുമ്പാൽ, ഷാജി മേഞ്ചേരി, സജി മഞ്ഞപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി അധ്യാപകൻ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ സ്റ്റൈജുവാണ് കുട്ടികളിൽ വായന ലഹരി നിറച്ച് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ അധ്യാപന ജോലിയിൽ നിന്നു ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം നീക്കിവെച്ചാണ് സ്റ്റൈജു വേറിട്ട ബോധവൽക്കരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ 84 UP വിദ്യാലയങ്ങളിൽ കുട്ടികൾക്കായി ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്ത പദ്ധതി സ്റ്റൈജു മാസ്റ്റർ നടപ്പിലാക്കി കഴിഞ്ഞു. ഏകദേശം 5000-ലധികം പുസ്തകങ്ങളാണ് പദ്ധതി വഴി ഇതിനകം വിതരണം ചെയ്തിട്ടുള്ളത്. വായനയിലൂടെ ലഹരിക്കെതിരെ പ്രവർത്തിക്കാനാണ് UP വിദ്യാലയങ്ങളിലെ കുട്ടികളെ കേന്ദ്രീകരിച്ച് പുസ്തക ചങ്ങാത്ത പദ്ധതി ആവിഷ്കരിച്ചത്. വിദ്യാലയങ്ങളിൽ നേരിട്ടെത്തി തെരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാർത്ഥികൾക്ക് സെമിനാർ നടത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി പുസ്തകം സമ്മാനിക്കുന്നതാണ് പുസ്തക ചങ്ങാത്ത പദ്ധതി. ലഭിക്കുന്ന പുസ്തകം വായിച്ച ശേഷം തനിക്കിഷ്ടപ്പെട്ട ഈശ്വരന് മുന്നിൽ ദിവസവും ഞാൻ ലഹരി ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് വായിച്ചു കഴിഞ്ഞ പുസ്തകം ഈ ആശയം പങ്കുവച്ച് മറ്റൊരു വിദ്യാർത്ഥിക്ക് കൈമാറണമെന്ന ആശയമാണ് പുസ്തക ചങ്ങാത്തത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ, മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുരളി പെരുന്നെല്ലി MLA, സ്വാമി സദ്ഭവാനന്ദ, ദേശീയ അധ്യാപക അവാർഡ് ജേത്രി പത്മിനി ടീച്ചർ തുടങ്ങിയവർ ഈ പദ്ധതിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്നുമുണ്ട്.
24 കേരള ബറ്റാലിയൻ NCCയുടെ മേജർ റാങ്കിലുള്ള ഓഫീസർ കൂടിയായ സ്റ്റൈജുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂളിലെ ഗണിത അധ്യാപികയായ ഭാര്യ അമ്പിളി പീറ്റർ, മക്കളായ അനന്യ, അമൃത, അഭിഷേക് എന്നിവരടങ്ങുന്ന കുടുംബവും ഒപ്പമുണ്ട്. അപൂർവമായി മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ഭരതനാട്യ കച്ചേരി ഗുരുവായൂരപ്പ സന്നിധിയിൽ അവതരിപ്പിച്ച് അഭിനന്ദനം ഏറ്റുവാങ്ങി 10ാം ക്ലാസ്സുകാരി ഏങ്ങണ്ടിയൂർ നല്ലമ്പിള്ളിയിൽ പോസ്റ്റ് മാസ്റ്ററായ നന്ദകിഷോർ ബിലു ദമ്പതികളുടെ മകളായ വരദയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ 1.5 മണിക്കൂർ നീണ്ട ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ചത്. തൃപ്രയാർ ലെമർ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ വരദ CBSE സംസ്ഥാനതല കലോത്സവത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റ് ഭരതനാട്യത്തിൽ തുടർച്ചയായി 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. കലാക്ഷേത്ര രാഗി സതീഷിന്റെ കീഴിലാണ് നൃത്തം അഭ്യസിച്ചു വരുന്നത്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മേഖലയിൽ മഹല്ലകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. മൗലിദ് സദസ്സുകൾ, പ്രഭാഷണ പരമ്പര, കുട്ടികളുടെ കലാപരിപാടികളടക്കം അനുബന്ധ പരിപാടികളും ഉണ്ടായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്രസത്ത് നൂറാനിയയിൽ മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ് പതാക ഉയർത്തി. ത്വാഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുഹസിൻ ഹാഷിമി പ്രാർത്ഥന നടത്തി. മഹല്ല് ഖത്തീബ് അത്തീഖുർ റഹ്മാൻ ബാഖവി റാലി ഉദ്ഘാടനം ചെയ്തു. ദഫ് സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറ മസ്ജിദിൽ റാലിക്ക് സ്വീകരണം നൽകി. മധുര വിതരണം നടന്നു. ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് സുഹരി നന്മാറ, പ്രസിഡന്റ് KP ഷൗക്കത്തലി, സെക്രട്ടറി KV ഹൈദർ തുടങ്ങി കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. റാലി എരുമപ്പെട്ടി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ സമാപിച്ചു. തുടർന്ന് നേർച്ചഭക്ഷണ വിതരണം നടന്നു. മഹല്ല് സെക്രട്ടറി MM നിഷാദ്, ഭാരവാഹികളായ കബീർ മിലാനോ, MM ഇല്യാസ്, PS ഷാക്കിർ, സദർ മുഹമ്മദ് കുഞ്ഞിദാരിമി, അസിസ്റ്റന്റ് മുഹമ്മദ് ബാഖവി തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിത്തടം മഹല്ല് സ്വാഗത സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും കലാപരിപാടികളും നടത്തി. മഹല്ലിന് കീഴിലുള്ള വിവിധ മസ്ജിദ്, മദ്രസ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. പന്നിത്തടം ജുമാ മസ്ജിദിൽ നിന്നാരംഭിച്ച റാലി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് മസ്ജിദിൽ സമാപിച്ചു. ദഫ് സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. വിവിധ സംഘടനകൾ റാലിയെ സ്വീകരിച്ച് മധുരം വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ സിംല ഹസൻ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ അബൂബക്കർ പുരളിയിൽ, ജനറൽ കൺവീനർ മുഹമ്മദ് അലി ലത്തീഫി, വർക്കിംഗ് കൺവീനർ SP ഉമർ മുസ്ലിയാർ, കോർഡിനേറ്റർ VS അബൂബക്കർ, റാലി കൺവീനർ സത്താർ നീണ്ടൂർ, ട്രഷറർ ഉസ്മാൻ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മത സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിയൂർ ഖാജ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ പ്രവാചകന്റെ കാരുണ്യമുഖം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സ്ഥലം ഖത്തീബ് മുഹ്യുദ്ദീൻ ദാരിമി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. VK റഫീഖ്, ഡോക്ടർ KV സയ്യിദ് മുഹമ്മദ് ഹാജി തുടങ്ങിയവർ ചർച്ച നിയന്ത്രിച്ചു. മുദരിസ് ഉസ്താദ് സുലൈമാൻ ബാഖവി, മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് KB ഹരിദാസ് എന്നിവർ വിഷയാവതരണം നടത്തി. മാധ്യമപ്രവർത്തകൻ KC ശിവദാസ്, മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ, അഡ്വക്കേറ്റ് KP ബക്കർ, കവിയും എഴുത്തുകാരനുമായ ഹക്കീം വെളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നജീബ് മാസ്റ്റർ സ്വാഗതവും VK ഫൈസൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നബിദിനാഘോഷവും ഓണാഘോഷവും ഒന്നായതോടെ മതസൗഹാർദ്ദത്തിന്റെ സംഗമവേദിയായി പുന്നയൂർക്കുളം. നബിദിനാഘോഷത്തിന് സ്വീകരണം നൽകിയത് മഹാബലി. കോറോത്തയിൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലിയാണ് നാട്ടുകാർക്ക് നവ്യാനുഭൂതിയായത്. മഹല്ല് നിവാസികളായ കുട്ടികളും രക്ഷിതാക്കളും ഉസ്താദുമാരും അണിനിരന്ന ഘോഷയാത്ര പുന്നൂക്കാവ് സെന്ററിൽ എത്തിയപ്പോഴാണ് വാരിയേഴ്സ് പുന്നൂക്കാവ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷവുമായി സംഗമിച്ചത്. ഇതോടെ മാവേലി നേരിട്ടിറങ്ങി റാലിക്ക് മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. കോറോത്തയിൽ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും വാരിയേഴ്സ് ക്ലബ് അംഗങ്ങളും നേതൃത്വം നൽകി. ജുമാത്ത് കമ്മിറ്റിയും അൻസാറുൽ മുസ്ലിം സംഘവും സംയുക്തമായി സ്വലാത്തിന്റെ വാർഷികവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ജുമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർ അൻവരി ഉസ്താദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി അബ്ദുൽ ഖാദിർ ഉസ്താദ് അധ്യക്ഷനായ ചടങ്ങിൽ ഖത്തീബ് ഷൗക്കത്ത് അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ സദർ അലിമോൻ ഫൈസി, സൈദു മാമു, സുലൈമാൻ മാസ്റ്റർ, ഹനീഫ ഹാജി, PK ബക്കർ, AM അബൂബക്കർ, മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു.
ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ CLCയുടെ ആഭിമുഖ്യത്തിൽ മദർ തെരേസ അനുസ്മരണം ദിനം ആചരിച്ചു. പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സീനിയർ CLC പ്രസിഡന്റ് AJ സജി, അലക്സ് വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ദിവ്യബലി അർപ്പണവുമുണ്ടായി. മദർ തെരേസയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ഇടവകാംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ചർമ്മം കുന്നംകുളം മിഷൻ റോഡ് പനക്കൽ ചുമ്മാർ മകൻ സൈമൺ കുഞ്ഞ് നിര്യാതനായി. സംസ്കാരം മാർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. പരേതയെ റിട്ടയർഡ് പോസ്റ്റ് മിസ്ട്രസ് ക്ഷേമ മാത്യു ഭാര്യയാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് മലയാളികൾക്കിന്ന് പൊന്നോണം. തിരുവോണ ദിനത്തിൽ ആഘോഷത്തിന്റെ നിറവിൽ നാടും നഗരവും. ആവേശം തീർത്ത് ആഘോഷ പരിപാടികൾ. കാലാതീതമായ ദർശനങ്ങളിലൂടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷിക ദിനമാണെന്ന സവിശേഷതയോടെയാണ് ഇക്കുറി നബിദിനാഘോഷം. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണ നാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പി പ്രതിഷേധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.